ദില്ലിയിലെ CJP പ്രതിഷേധം ആളിക്കത്തുന്നത് ദില്ലിയിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിലും അങ്ങിങ്ങായിട്ട് പല പ്രമുഖരും അതുപോലെ ചലച്ചിത്ര താരങ്ങളും എല്ലാം CJP പാർട്ടിക്ക് അനുകൂലമായിട്ട് പല പ്ലക്കാർഡുകളേന്തിയും സമരവേദിയും സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റാപ്പർ വേടന്റെ ഒരു സമരവേദിയാണ് ആസാദി പാട്ടും പ്രതിഷേധവും നമ്മളും അവർക്കൊപ്പം എന്ന് പറഞ്ഞ്. അതേപോലെ മഹാരാജാസ് കോളേജിന്റെ ആ ഒരു ഗ്രൗണ്ടിൽ ജോജു ജോർജ് ഉൾപ്പെടെയുള്ള പല താരസംഘടനകളും സംഘടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരോടൊക്കെ ചോദിക്കാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളത്തില് PSC ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ മണ്ണ് നിന്ന് പ്രതിഷേധിക്കുന്നൊന്നും ഇവരുടെ കണ്ണിൽ കാണുന്നില്ല എന്നതാണ് വാസ്തവം. എവിടെയോ കിടക്കുന്ന CJP പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രതിഷേധത്തിന് അരങ്ങ് കൂട്ടുന്ന ഇവർ സ്വന്തം നാട്ടിലെ കേരളത്തില് വർഷങ്ങളായിട്ട് അത് ഏത് പാർട്ടി മാറി മാറി ഭരിച്ചാലും, പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏത് പാർട്ടി ഇപ്പൊ കോൺഗ്രസോ CPM ഏത് പാർട്ടി മാറി മാറി ഭരിച്ചാലും അവരെല്ലാം പ്രതിസ്ഥാനത്തേക്ക് വരുന്ന PSC ഉദ്യോഗാർത്ഥികളെല്ലാം അവർക്ക് ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. കാരണം ഏത് പാർട്ടിയുടെ മാറി മാറി ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം, അത് ഓരോ വർഷവും ഓരോരോ റാങ്ക് ലിസ്റ്റിലെ ആളുകളും എല്ലാം സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. 2021 ഇലക്ഷന് മുന്നേ മുട്ടിലെഴിഞ്ഞായിരുന്നു PSC ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റുകളുടെ സമരം എങ്കിൽ ഇന്ന് 2026 ആയപ്പോൾ സമരം മണ്ണ് തിന്ന് സമരമായി. പക്ഷേ അപ്പോഴും അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക പോലും ചെയ്യാൻ കെൽപ്പില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവർക്കൊപ്പം എന്ന് പോലും പറയാൻ തഞ്ചിടമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ CJPക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കി അവിടെ ഇവിടെ സമരവേദി കൊടുക്കുന്നത്. ആസാദി പാട്ടും പാടി നടക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ ആസാദി വല്ല നാട്ടിലെ ആസാദിക്കല്ല, സ്വന്തം കേരളത്തിൽ ജനിച്ച ആളുകൾക്കും കൂടി സംസാരിക്കാനുള്ള ആർജവം കാണിക്കണം. കാരണം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതിയല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശൻ അങ്ങ് ദില്ലിയിൽ പോയിട്ട് പ്രതിഷേധിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ കൂടെ കൂട്ടുചേർന്നിരിക്കാനായിട്ട്. ഇവിടെ കേരളത്തിൽ ഇത്രമാത്രം റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ മണ്ണ് നിന്ന് പ്രതിഷേധിക്കുമ്പോൾ അത് ജൂലൈ 6 തുടങ്ങിയ പ്രതിഷേധമാണ്. ഇന്ന് വരെയായിട്ടും അത് കഴിഞ്ഞിട്ട് പോലുമില്ല. ആ ഒരു പ്രശ്നം ഇവിടെ കത്തി നിൽക്കുമ്പോഴാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് സർക്കാർ ചെലവിൽ ദില്ലിയിൽ പോയിട്ട് ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ കൂടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നാദനില കളരി പോലെയാണ്. കാരണം ഇവിടുത്തെ PSCയിലെ പ്രതിഷേധത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ല. എന്നാൽ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന് സംസാരിക്കാനായിട്ട് ആക്ടിവിസ്റ്റുകളുണ്ട്, ചലച്ചിത്രകാരന്മാരുണ്ട്, റാപ്പർമാരുണ്ട്. എന്തിന് സാധാരണ ആളുകൾ പോലും ഇപ്പോൾ എന്താണ് അവരൊക്കെ വിശ്വസിക്കുന്ന, അവരൊക്കെ ആരാധിക്കുന്ന പലരും CJPനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്ത് ഇവിടുത്തെ സാധാരണക്കാർ പോലും ഇപ്പോൾ CJP പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നാൽ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങളായി പഠിച്ച് PSC ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് നിയമനം കിട്ടാതെ അവർ പ്രതിഷേധിക്കുമ്പോൾ അവരെ മാത്രം കാണാനായിട്ട് ഇവിടെയുള്ളവർക്ക് കണ്ണില്ല. ഇനി അവരും കൂടി CJP പാർട്ടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാൻ മാത്രം ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ അത് തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. CJP പാർട്ടിയിൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്നും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കത്ത് CJP പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ബ്രദേഴ്സ് ഇൻ ഫെയ്ത്ത് ആണ്, അത് വിശ്വസ്തമായ സഹോദരങ്ങളാണെന്നാണ്. അപ്പോൾ വിശ്വസ്തമായ സഹോദരങ്ങളോട് നീതി പാലിക്കാനല്ലേ ഇവർക്കൊക്കെ പറ്റുകയുള്ളൂ. ഒരു പക്ഷേ ഇതിപ്പോ നേപ്പാളിലും ശ്രീലങ്കയിലും നടന്ന പോലെ മറ്റൊരു കലാപം സൃഷ്ടിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പെടാപ്പാടാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അരങ്ങേറുന്നതെന്നൊന്നും നമുക്ക് അറിയുകയില്ല. എന്ത് തന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. ജൂലൈ 17 അമേരിക്കയിലെ ഒരു മാഗസീനിൽ, അതായത് ഒരു മാധ്യമത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ജൂലൈ 20 ജന്തർ മന്ദിറിൽ ഒരു പറ്റം ആളുകൾ പ്രതിഷേധിക്കുമെന്ന്. അത് മുൻകൂട്ടി കണ്ടിട്ടാണോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും കറക്റ്റ് ജൂലൈ 20 ഇവിടെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് CJP പാർട്ടി പ്രതിഷേധമായിട്ട് വന്നത്. എങ്ങനെയാണ് അമേരിക്കയിലെ ഒരു മാഗസീന് നടക്കാത്ത ഒരു സംഭവം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇത് വിദേശ ഫണ്ടിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ ഫണ്ടിങ്ങിന്റെ തെളിവാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ ഉത്തരമില്ല. പക്ഷേ FCRA ഭേദഗതി ഇതിന്റെ ഒരു ചെറിയൊരു സൂചന മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്നലെ ഓർത്തഡോക്സ് സഭയിൽ നമ്മുടെ CJP പാർട്ടിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. FCRA ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരായിട്ട് സംസാരിച്ച പാതിരിമാരാണ്. ആ പാതിരിമാരിന്റെ ഒരു പറ്റത്തിൽ ഒരു സഭ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CJP പാർട്ടിയുടെ കൂടെ തന്നെയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇനി സോനം വാങ്ചുക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സോനം വാങ്ചുക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോനം വാങ്ചുക്കിന് ഒരു NGO ഉണ്ടായിരുന്നു.
സെക്മോൾ എന്നാണ് ആ NGOയുടെ ചുരുക്കപ്പേര്. ആ ചുരുക്കപ്പേരിലെ NGOയുടെ ലൈസൻസ് FCRA ലൈസൻസ് കട്ടാക്കിയത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സോനം വാങ്ചുക്ക് ആരാണ്, സോനം വാങ്ചുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമര രംഗത്തേക്ക് വന്നത് എന്ന് കൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്മോൾ എന്നൊരു NGO ആരംഭിച്ചതിലൂടെയാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ സ്വയം ലേബലിൽ സോനം വാങ്ചുക്ക് രംഗത്തേക്ക് വന്നത്. പക്ഷേ സ്വീഡനിലെ ഒരു ഫൗണ്ടേഷനിൽ നിന്നും 4,93,000 രൂപ സോനം വാങ്ചുക്കിന് സെക്മോൾ എന്ന് പറഞ്ഞ NGOയിലേക്ക് കൈപ്പറ്റിയത് ഇത്ര മാത്രമാണ്. സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ പഠനത്തിന്റെ ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് സോനം വാങ്ചുക്ക് പൈസ കൈപ്പറ്റിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ പൈസ കൈപ്പറ്റിയതിന്റെ തെളിവ് മാത്രമേ സോനത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടത് അതിന് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം ആ FCRAയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ലൈസൻസ് റദ്ദാക്കപ്പെട്ടത്. മാത്രവുമല്ല, വരവ് ചെലവ് കണക്ക് കാണിക്കാനായിട്ട് സോനത്തിന് കഴിഞ്ഞില്ല. ഇത് ഒന്നാമത്തെ NGOയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു NGO ഉണ്ട്, HIAL എന്നാണ് ആ NGOയുടെ ചുരുക്കപ്പേര്. ആ NGOയും ഇപ്രകാരം സെയിം ആയിട്ട് വിദേശ ഫണ്ട് കൈപ്പറ്റിയിട്ട് അതിന് അനുകൂലമായിട്ട്, അതായത് എന്തുകൊണ്ടാണ് ഈ വിദേശ ഫണ്ട് കൈപ്പറ്റിയത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചതെന്ന് പോലും തെളിയിക്കാൻ സോനം വാങ്ചുക്കിന് കഴിയില്ല. 2 മാസം മുൻപെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI ഇതിന് അന്വേഷണത്തിന് തുടക്കമിട്ടത്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ സോനം വാങ്ചുക്ക് ഈ CJP പാർട്ടിയുടെ സമരവേദിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ഈ അന്വേഷണത്തിന് റിപ്പോർട്ട് ഉത്തരവിട്ടത്. അപ്പോഴും സോനം വാങ്ചുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വിദേശ ഫണ്ട് കൈപ്പറ്റേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തി എന്തിനാണ് അദ്ദേഹത്തിന്റെ ഒരു NGOയും മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിദേശ ഫണ്ട് കൈപ്പറ്റിയത്? ഇതിന് ഉത്തരം പറയാൻ സോനം വാങ്ചുക്കിന് കഴിയുകയില്ല. കാരണം എന്താണെന്ന് അന്വേഷണ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ മാത്രമാണ് സോനം വാങ്ചുക്കിനെ എതിരെ ഒരു പറ്റം ആളുകൾ സംസാരിക്കുന്നത്. പക്ഷെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് സോനം വാങ്ചുക്ക് ഗാന്ധിയന് തുല്യാണ്. കാരണം ഗാന്ധിജിയുടെ പാത തന്നെയാണ് ഇപ്പോൾ സോനം വാങ്ചുക്ക് പിന്തുടർന്നത് എന്നാണ് പറയുന്നത് എന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ എന്തിനാണ് സോനം വാങ്ചുക്ക് വിദേശ ഫണ്ട് സ്വീകരിച്ചത്? പോട്ടെ, വിദേശ ഫണ്ട് NGOക്ക് സ്വീകരിക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ സ്വീകരിച്ച വിദേശ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ സോനം വാങ്ചുക്കിന് തെളിയിക്കാൻ പറ്റാത്ത അത്രയും കാലം സോനം വാങ്ചുക്ക് പ്രതിപട്ടികയിൽ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വാദം സോനം വാങ്ചുക്കിനെ പറ്റി പറയുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ടി സോനം വാങ്ചുക്ക് സംസാരിക്കുന്നുണ്ട് എന്നാണ് ഒരു വാദം. അത് പക്ഷെ നമുക്ക് എത്രത്തോളം അത് തെളിവില്ല. കാരണം അതിന്റെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കട്ട് ചെയ്ത് പല രീതിയിലും പല ഭാഷയിലും പ്രചരിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഇത്രയും ഭാഗങ്ങൾ സോനം വാങ്ചുക്കിന്റെ ചൈനയുമായിട്ടുള്ള പരാമർശമൊക്കെ നമ്മൾ ഇതിൽ പറയുന്നില്ല. പക്ഷെ സോനം വാങ്ചുക്കിന്റെ ഒരു NGOയും ഒരു HIAL എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കഥയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കഥയ്ക്കും ഒറ്റ കാരണമാണ്. കാരണം FCRA ഭേദഗതി ബില്ല് വന്നതോടുകൂടിയാണ് സോനം വാങ്ചുക്ക് രംഗത്തേക്ക് വരാൻ തുടങ്ങിയത്. FCRA ഭേദഗതി ബില്ല് തന്നെയാണ് സോനം വാങ്ചുക്കിന് വില്ലനായി തുടങ്ങിയത്. അതേ FCRA ഭേദഗതി ബില്ല് ഇവിടെ വന്നപ്പോഴാണ് അതിനെതിരെ പ്രമേയം പാസാക്കിയതാണ് കേരളത്തിലെ നിയമസഭയിലെ LDFും UDFും ഒരുപോലെ പിന്തുണ വെച്ചിട്ട് പ്രമേയം പാസാക്കിയ നാടാണ് ഇവിടെ കേരളം. ഇതേ FCRA ഭേദഗതി ബില്ലിനെതിരെയാണ് ഇവിടത്തെ പല മെത്രാമാരും പാതിരിമാരും ശബ്ദമുയർത്തിയത്. എന്നാൽ ഈ FCRA ഭേദഗതി ബില്ല് ആദ്യമായിട്ട് വന്നത് ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത്. 1973 ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 1976 ഇത് നിയമമായി പാസ്സാക്കിയത്. അന്ന് പക്ഷേ അടിയന്തരാവസ്ഥ കാലമായോണ്ട് ഇവിടുത്തെ പാതിരിമാർക്കും മെത്രാന്മാർക്കും CPIക്കാർക്കും ഒന്നും പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ CPIയുടെ മറ്റൊരു വിഭാഗം ഇതേപോലെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ നിശബ്ദരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കെല്ലാം നിലനിൽപ്പിന്റെ ആവശ്യമുണ്ട്. FCRA ഭേദഗതി ബില്ലിനെ ഒരുപോലെ എതിർക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. FCRA ഭേദഗതി ബില്ലാണ് ഇവിടെ എല്ലാവരെയും പ്രശ്നം. വിദേശ ഫണ്ട് കൈപ്പറ്റാതെ എങ്ങനെയാണ് CJP എന്നൊരു പാർട്ടി ഇവിടെയുള്ള സകല ആളുകളെയും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇതിന് പിന്നിലെ ഏത് ഫണ്ടാണ്, ഏത് ശക്തിയാണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും CJP പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. എന്നാൽ അതേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നീറ്റ് സ്കാം എക്സാമുമായി ബന്ധപ്പെട്ട് അവിടെ സമരം ചെയ്യുന്നവർക്കിടയിൽ എന്തിനാണ് സ്വകാര്യമായിട്ട് ആർട്ടിക്കിൾ 370 പിന്നെയും ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്? നീറ്റ് എക്സാം സ്കാമുമായിട്ട് ആർട്ടിക്കിൾ 370ക്ക് എന്താണ് ബന്ധം? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം ഒരു അജണ്ടയാണ്. കാരണം ഇവിടത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി വെളുപ്പിക്കാനായിട്ട് ഒരുപാട് പാടുപെട്ട മനുഷ്യനാണ്.
ജമാഅത്തെ ഇസ്ലാമി മതഭീകരവാദ സംഘടനയല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ ഇലക്ഷന് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഇവിടെ കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ മണ്ണുവാരി തിന്നുന്നത് അതിനൊരു പരിഹാരം കാണാതെ അങ്ങ് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ പോയിരിക്കുന്നതിന് ഒരർത്ഥവുമില്ല. അപ്പോൾ ശരിക്കും കേരളത്തിലെ പ്രശ്നങ്ങൾ ഇനി പരിഹരിക്കാൻ എവിടെയാണ് പോവേണ്ടത്? ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ പോലും ദില്ലിയിൽ പോയി പ്രതിഷേധിക്കുമ്പോൾ ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികളെ നോക്കി ചിരിക്കുകയല്ലേ ഈ വേടനും ജോർജും മുഖ്യമന്ത്രിയും എല്ലാം. ഇതെല്ലാം ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? എന്ത് തന്നെയാണെങ്കിലും വൈകാതെ തന്നെ സമരത്തിനൊരു അന്ത്യം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം പാർലമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു CJP-നെ. എന്നാൽ അവർ അന്തിമമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, ചർച്ചയ്ക്ക് ഞങ്ങളില്ല. ചർച്ച പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് സമരം ചെയ്യാൻ പറ്റുക? ഇതിന് പിന്നിൽ പ്രൊപ്പഗണ്ടയാണ്. ആ പ്രൊപ്പഗണ്ട എന്താണെന്ന് FCRA ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവരെല്ലാം, അതേപോലെ അരുന്ധതി റോയ് CJP-യുടെ സമരവേദിയിൽ ഉണ്ടായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ഘോരം പ്രസംഗിച്ചതാണ് ഈ അരുന്ധതി റോയ്. ഇവരൊക്കെയാണ് രാജ്യവിരുദ്ധരുടെ ഒരുപറ്റം ആളുകളാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിരുദ്ധമാണ്. എന്നാൽ രാജ്യവിരുദ്ധ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ പറയുന്നവരെ രാജ്യദ്രോഹിയാക്കി കുറ്റപ്പെടുത്തും. ഇന്നലെ CJP പാർട്ടിയുടെ ഒരു സമരവേദിയിൽ ഒരാള് ഇന്ത്യൻ ആർമിനെ പോലും വളരെ മോശകരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ ഇന്ത്യ വിരുദ്ധരല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവര് ഇന്ത്യൻ ആർമിനെ പോലും മോശകരമായ രീതിയിൽ സംസാരിക്കുന്നത്? ഇവരുടെ അജണ്ട എന്താണ്? ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഇനി നമ്മൾ തെളിയിക്കേണ്ടത്.